ഏഷ്യയിൽ വീണ്ടും ഒരു രാജ്യം കൂടി വരുന്നു. ജിയോ പൊളിറ്റിക്സിന്റെ പുതിയ കാലഘട്ടത്തിൽ രാജ്യങ്ങൾ വരുന്നത് പല രൂപത്തിലാണ്. ഇന്ത്യ പാകിസ്ഥാൻ വന്നത് ബ്രിട്ടീഷുകാർ കീറി മുറിച്ചതാണെങ്കിൽ ബംഗ്ലാദേശും ശ്രീലങ്കയും ഒക്കെ പല രൂപത്തിൽ പല കാലഘട്ടത്തിൽ വന്നതാണെങ്കിൽ ഇപ്പോഴത്തെ പാകിസ്ഥാനിലെ ബലൂചിസ്ഥാൻ മേഖലയെ കേന്ദ്രീകരിച്ച് ബലൂചിസ്ഥാനികൾ വളരെ വലിയ സമരമാണ് അവിടെ നടത്തിക്കൊണ്ടിരുന്നത്. ഒരു റെവല്യൂഷൻ വിപ്ലവം തന്നെ നടത്തിക്കൊണ്ടിരുന്നു. എന്നാൽ സ്വതന്ത്ര രാഷ്ട്രമായി പ്രഖ്യാപിച്ചുകൊണ്ട് അവർ സമൂഹ മാധ്യമത്തിൽ വ്യാപകമായി പ്രചരണം ചെയ്യുന്നു. ബലൂചിസ്ഥാൻ 80% പ്രദേശവും തങ്ങളുടെ നിയന്ത്രണത്തിലാണെന്ന് വിഘടനവാദികൾ അവകാശപ്പെടുന്നുണ്ടെങ്കിലും ഈ പ്രഖ്യാപന ഔദ്യോഗിക സ്ഥിരീകരണമോ അന്താരാഷ്ട്ര അംഗീകാരമോ ലഭിച്ചിട്ടില്ല. പക്ഷേ എന്തായാലും ബലൂചിസ്ഥാൻ സ്ഥാപിച്ചിരിക്കുന്നു എന്നാണ്. ബലൂച്ച് മേഖലയിലെ 85% പ്രദേശങ്ങളും തങ്ങളുടെ നിയന്ത്രണത്തിലാണെന്ന അവകാശവാദവുമായി പുതിയ രാജ്യപ്രഖ്യാപനം നടത്തിക്കൊണ്ടാണ് ബലൂചിസ്ഥാനികൾ പുറത്തു വന്നിരിക്കുന്നത്. പാകിസ്ഥാനിലെ ഏറ്റവും വലിയ പ്രവിശ്യയായ ബലൂചിസ്ഥാനിന്റെ സ്വതന്ത്ര റിപ്പബ്ലിക് രാഷ്ട്രമായി അവർ പ്രഖ്യാപിച്ചു. റിപ്പബ്ലിക് ഓഫ് ബലൂചിസ്ഥാൻ എന്ന പേരിൽ പുതിയ ഭരണ സംവിധാനം രൂപീകരിച്ചെന്ന് അവകാശപ്പെടുന്ന ഒരു പ്രസ്താവന അവിടുത്തെ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രവചിക്കുകയാണ്. ഈ അവകാശപ്രകാരം പുതിയ ഭരണകൂടം ബലൂചിസ്ഥാനിൽ ഏകദേശം 85% പ്രദേശത്തെ നിയന്ത്രണവും ഏറ്റെടുത്തതായും സ്വന്തമായും ദേശീയ പതാകയും ദേശീയ ഗാനവും ദേശീയ ഭരണ സംവിധാനവും കറൻസിയും എല്ലാം അവർ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇതുവരെ പക്ഷേ ഒരു സ്വതന്ത്രമായ സ്ഥിരീകരണമോ പാകിസ്ഥാൻ സർക്കാരിൻ്റെ ഔദ്യോഗിക പ്രതികരണമോ വന്നിട്ടില്ല. പക്ഷെ എന്നാൽ പോലും പാകിസ്ഥാന്റെ പടിഞ്ഞാറ് ബലൂജിലും തെക്ക് പാക് അധീന കാശ്മീരിലും ഒരേ സമയം വലിയ പ്രതിഷേധങ്ങളാണ് അരങ്ങേറുന്നത്. അതിനിടയിലാണ് ബലൂചിസ്ഥാൻ വിഘടനവാദികൾ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടത്തിയത്. വൈറലായ പ്രസ്താവനയിൽ അന്താരാഷ്ട്ര സമൂഹം ബലൂചിസ്ഥാനെ സ്വതന്ത്ര രാഷ്ട്രമായി അംഗീകരിക്കണമെന്നും ഐക്യരാഷ്ട്രസഭ ഉൾപ്പെടെയുള്ള ആഗോള സംഘടനകൾ പിന്തുണ നൽകണമെന്നും ആവശ്യപ്പെട്ട് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നാണ് സപ്പോർട്ട് ബലൂചിസ്ഥാന് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ നിലവിൽ ഒരു രാജ്യവും ബലൂചിസ്ഥാനെ സ്വതന്ത്ര രാഷ്ട്രമായി അംഗീകരിച്ചിട്ടില്ല. ജനങ്ങൾ പറയുന്നുണ്ട്, പക്ഷേ രാഷ്ട്രം അത് അംഗീകരിച്ചിട്ടില്ല. രാഷ്ട്രം അംഗീകരിക്കണമെങ്കിൽ കുറേ നടപടിക്രമങ്ങളുണ്ട്. ഒരു രാഷ്ട്രത്തിന് കയറി പെട്ടെന്ന് മറ്റൊരു രാഷ്ട്രത്തിന്റെ കുറേ ഭാഗം എത്ര ശതമാനം എടുത്താലും അത് വച്ച് പറയാൻ കഴിയത്തില്ല. എന്നാൽ ഔദ്യോഗികമായ പ്രഖ്യാപനത്തെ കണക്കാക്കാൻ കഴിയില്ലെന്നും മണി കൺട്രോൾ റിപ്പോർട്ട് പറയുന്നു. ഈ വിവരങ്ങളെയൊന്നും ഔദ്യോഗികമായിട്ട് കണക്കാക്കാൻ പറ്റത്തില്ല. പക്ഷേ എന്തായാലും ബലൂചിസ്ഥാൻ പ്രത്യേക രാജ്യമായി പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അതിൻ്റെ പ്രവർത്തനങ്ങൾ നടന്നു വരികയാണ്. അവർ കറൻസി പ്രഖ്യാപിച്ചു, അതുപോലെ തന്നെ ദേശീയ ഗാനം പ്രഖ്യാപിച്ചു, അതുപോലെ പിന്നെ മറ്റ് എല്ലാ കാര്യങ്ങളും പതാക ഫ്ലാഗ് പ്രഖ്യാപിച്ചു. എല്ലാം പ്രഖ്യാപിച്ചുകൊണ്ട് ബലൂചിസ്ഥാൻ വരുന്നു. അങ്ങനെയാണെങ്കിൽ അടുത്തൊരു രാജ്യം കൂടി പാകിസ്ഥാനും ഈ ബലൂചിസ്ഥാന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇന്ത്യയുടെ സപ്പോർട്ടുണ്ട് എന്നുള്ളതാണ്. ബലൂചിസ്ഥാന്റെ എല്ലാ സൈനിക നടപടികൾക്കും ഇന്ത്യൻ സൈന്യത്തിന്റെ അകമഴിഞ്ഞ സപ്പോർട്ട് കൊടുക്കുകയും അങ്ങനെ കൊടുക്കരുതെന്ന് പറഞ്ഞ് പാകിസ്ഥാനെ നമ്മൾ തമ്മിൽ തർക്കവുമുണ്ട്. പക്ഷെ ആ തർക്കത്തിനൊക്കെ വിരാമം ഇട്ടുകൊണ്ട് ബലൂചിസ്ഥാനെ നമ്മൾ നന്നായി സപ്പോർട്ട് ചെയ്യുന്നു. അങ്ങനത്തെ സപ്പോർട്ട് കൂടെ കിട്ടിയത് കൊണ്ട് ബലൂചിസ്ഥാൻ ഒരു രാഷ്ട്രമായി മാറുന്നു എന്നാണ് കേൾക്കുന്നത്. അങ്ങനെ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും പാകിസ്ഥാൻ ഒരു വലിയ അടിയാണ്. ഇനി പാക് അധീന കാശ്മീരിൽ വലിയ സമരം നടക്കുകയാണ്. ആ സമരത്തിന്റെ ബാക്കി പത്രം അവർ ഇന്ത്യയോട് ചേരാനാണ് ആഗ്രഹിക്കുന്നത്. അങ്ങനെ ഇന്ത്യയോട് ചേർന്നാൽ, ഇന്ത്യക്ക് അത് കിട്ടിയാൽ, ചേർന്നാൽ വളരെ തന്ത്രപ്രധാനമായ ഒരു മേഖല, ഒരുപക്ഷെ പാകിസ്ഥാനെ നാളെ കീഴടക്കാൻ കഴിയുന്ന ഏറ്റവും തന്ത്രപ്രധാനമായ ഒരു മേഖലയാണ് ഈ പാക് അധീന കാശ്മീർ. അതുകൂടെ ഇന്ത്യയുടെ കയ്യിലായാൽ സിന്ധു നദിയെ സംബന്ധിച്ചും അതുപോലെ ഒരുപാട് കാര്യങ്ങളിൽ നമുക്ക് ഗൗരവമായ രീതികൾ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും നമുക്ക് ഈ പറയുന്ന പോലെ ഈ കാര്യങ്ങൾ ചിന്തിച്ചു വരുമ്പോൾ അംഗീകരിക്കാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങൾ പാകിസ്ഥാൻ ചെയ്തു കൂട്ടിയിട്ടുണ്ട്. ആ ചെയ്തു കൂട്ടലിൻ്റെയൊക്കെ ബാക്കി പത്രമായി ബലൂചിസ്ഥാൻ സ്വതന്ത്ര രാഷ്ട്രമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും പാകിസ്ഥാൻ തളരും. പാക് അധീന കാശ്മീർ കൂടി വിട്ടുപോയി അവർ ഒരു സ്വതന്ത്ര ലിബറേഷൻ ആവുകയോ ഇന്ത്യയോട് ചേരുകയോ ചെയ്താൽ വീണ്ടും പാകിസ്ഥാന് അടി കിട്ടും. എന്തായാലും പാകിസ്ഥാന്റെ രാഷ്ട്രീയമായിട്ടുള്ള മാനം, രാഷ്ട്രീയ ക്യാൻവാസ് ചെറുതായി വരുന്നു എന്നുള്ളതാണ് പ്രധാനം. ബലൂചിസ്ഥാൻ പുതിയ രാഷ്ട്രമായി പ്രഖ്യാപനം നടത്തിക്കഴിഞ്ഞു. ഇനി ആഗോള അംഗീകാരം മാത്രമാണ് ആ രാജ്യത്തിന് വരാനുള്ളത്.